കർക്കിടക മാസം അതിന്റെ പരിസമാപ്തിയിലേക്ക് എത്തുകയാണ്. ചിങ്ങം പിറക്കാറായിരിക്കുന്നു. കർക്കിടക മാസത്തിൽ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത് ശ്രീരാമക്ഷേത്രങ്ങളെക്കുറിച്ചും രാമായണത്തെക്കുറിച്ചും ഒക്കെയാണ്. വളരെ പ്രത്യേകതകളുള്ള ഒരു ക്ഷേത്രത്തെക്കുറിച്ച് പരിചയപ്പെടുത്തുകയാണ്. എറണാകുളം ജില്ലയിലാണ് ഈ ക്ഷേത്രം. പിറവത്ത് നിന്ന് 7 കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന ഒരു ചെറിയ ഗ്രാമമുണ്ട്. തിരുമറയൂർ എന്നാണ് ഈ ഗ്രാമത്തിന്റെ പേര്. ഈ ഗ്രാമത്തിന്റെ പ്രത്യേകത എന്താണെന്ന് അറിയാമോ? ലോകത്തിലെ ഒരേ ഒരു ഹനുമത് പൂജിത ശ്രീരാമക്ഷേത്രം ഉള്ള സ്ഥലമാണ് ഈ പ്രദേശം. അതായത് സാക്ഷാൽ ഹനുമാൻ സ്വാമി ദിവസവും ഇവിടെ എത്തുന്നു, ശ്രീരാമനെ പൂജിക്കുന്നു എന്നാണ് വിശ്വാസം. ഇവിടെ 800 വർഷത്തിലധികം പഴക്കമുള്ള ഒരു ക്ഷേത്രമുണ്ട്. ആ ക്ഷേത്രത്തിന്റെ പുറമേ നിന്ന് കാണാവുന്ന ദൃശ്യം തന്നെ അത് നമുക്ക് സാക്ഷ്യപ്പെടുത്തുന്നതാണ്. അത്രത്തോളം പഴക്കമുള്ള ഒരു ക്ഷേത്രം. ക്ഷേത്രത്തിന് മാളികയുള്ള ശ്രീകോവിലും ചുറ്റമ്പലവും ബലിക്കല്ലും എല്ലാം ഉണ്ട്. പ്രധാന പ്രതിഷ്ഠ ശ്രീരാമനാണ്. പട്ടാഭിഷേക രൂപത്തിലാണ് ഭഗവാൻ ഇവിടെ കുടികൊള്ളുന്നത്. പട്ടാഭിഷേക ഭാവത്തിലായതുകൊണ്ട് തന്നെ ലക്ഷ്മണ ഭരത ശത്രുഘ്ന സ്വാമിമാരുടെയും സീതാദേവിയുടെയും സാന്നിധ്യമുണ്ട് ഇവിടെ. ഈ ക്ഷേത്രത്തിന്റെ അടുത്ത് തന്നെ പടിഞ്ഞാറോട്ട് ദർശനമായി മൂഴിക്കുളം ലക്ഷ്മണസ്വാമി ക്ഷേത്രവുമുണ്ട്. രണ്ട് ക്ഷേത്രങ്ങളും തമ്മിൽ പണ്ട് ഉത്സവകാലത്ത് ഉപഹാരങ്ങൾ കൈമാറുന്ന രീതി ഉണ്ടായിരുന്നതായി പറയപ്പെടുന്നു. മേടത്തിലെ പുണർദം നാൾ ആറാട്ടിനായി വരത്തക്കവണ്ണം 8 ദിവസത്തെ ഉത്സവമാണ് ഇവിടെ നടക്കുക. ഈ ക്ഷേത്ര സമീപത്തെ പൊന്മനാട് എന്ന സ്ഥലത്താണ് സീതാദേവി പൊന്മാനിനെ കണ്ടത് എന്നതാണ് മറ്റൊരു വിശ്വാസം. ക്ഷേത്രം നിൽക്കുന്ന സ്ഥലത്താണ് ശ്രീരാമൻ മാനിനെ അമ്പെയ്തത് എന്നാണ് ഇവിടുത്തുകാരുടെ ആ ഒരു ഭാഷ്യം. അമ്പേറ്റ് മാനിന്റെ ശരീരം 2 ഭാഗമായി വീണത്രേ. മാനിന്റെ മേൽഭാഗം വീണ സ്ഥലം മേമുറി എന്നും കീഴ്ഭാഗം വീണ സ്ഥലം കിഴുമുറി എന്നും അറിയപ്പെടുന്നു. ഭഗവാൻ മാനിനെ അമ്പയ്യാനായി നിന്ന സ്ഥലത്താണ് തിരുമറയൂർ ശ്രീരാമസ്വാമി ക്ഷേത്രം നിർമ്മിച്ചത്. ഇവിടെ എന്നും പുലർച്ചെ 3 മണിക്ക് ഹനുമാൻ ശംഖൂതി ഭഗവാനെ ഉണർത്തുകയും പൂജിക്കുകയും ചെയ്യുന്നു എന്നാണ് വിശ്വാസം. അതാണ് പറഞ്ഞത് കേരളത്തിലെ ഏക ഹനുമത് പൂജിത ക്ഷേത്രം. 2 തരം പൂജയുണ്ട്. ഇവിടെ ഉപദേവതയായ ഹനുമാൻ സ്വാമിയും ഗണപതി ഭഗവാനും ശാസ്താവുമാണുള്ളത്. ക്ഷേത്രത്തിനുള്ളിൽ ശ്രീരാമ ഭഗവാനോട് ചേർന്ന് തന്നെയാണ് ഹനുമാൻ സ്വാമിയുടെ പ്രതിഷ്ഠയും. ക്ഷേത്രത്തിന്റെ കന്നിമൂലയിൽ ശ്രീമൂലസ്ഥാനത്ത് സുന്ദര യക്ഷിയാണ് ഇവിടെ പ്രതിഷ്ഠ. ഏറെ പ്രാധാന്യമുള്ള പ്രതിഷ്ഠയാണ്. ഈശാന കോണിൽ സർപ്പവുമുണ്ട്. ക്ഷേത്രത്തിൽ കഥകളി നടക്കുമ്പോൾ കാണുന്നതിനായി കൊച്ചി രാജാവ് ക്ഷേത്രത്തിന് മുന്നിൽ നിർമ്മിച്ച മാളിക ഇപ്പോഴുമുണ്ട്. രാജഭരണകാലത്തിന്റെ പ്രൗഢി വിളിച്ചോതുന്ന മാളികയാണിത്. ശ്രീരാമന് 3 വ്യാഴം പാൽപായസവും ഹനുമാൻ സ്വാമിക്ക് 3 ശനിയാഴ്ച വടമാലയും അവൽ നിവേദ്യവും കഴിച്ചാൽ ഉദ്ദിഷ്ടകാര്യം സാധിക്കുമെന്നാണ് വിശ്വാസം. അയ്യോ, കർക്കിടകം കഴിഞ്ഞു പോയല്ലോ, ഇപ്പോഴാണോ ഇത് പറയുന്നത് എന്ന് ചിന്തിക്കേണ്ട. ചിങ്ങം 1 ഇവിടുത്തെ ശ്രീരാമ പട്ടാഭിഷേക ദർശനം വളരെ പ്രധാനമാണ്. പുലർച്ചെ 4 മുതൽ രാവിലെ 10 വരെയാണ് ദർശനം. അന്ന് തിരുമറയൂർ ശ്രീരാമസ്വാമിയെ തൊഴുതാൽ 4 അമ്പല ദർശനം തൊഴുതതിന് തുല്യമായി എന്നാണ് വിശ്വാസം. പ്രസിദ്ധമായ പാഴൂർ പടിതോൾമന ഊരാഴ്മക്കാരുടേതായിരുന്ന ക്ഷേത്രം ഇപ്പോൾ ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ ഭരണത്തിന് കീഴിലാണ്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.